ഇന്ന് മലയാള സിനിമയിൽ ഒരു പോസ്റ്റർ റിലീസായിട്ടുണ്ട്. ഗംഭീര പോസ്റ്ററാണ്. പോസ്റ്ററിന്റെ സൗന്ദര്യമല്ല, മറിച്ച് ആ ഒരു സബ്ജക്റ്റ് വെച്ചാണ് ഒരു സിനിമ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കോർ ഫാക്ടർ എന്ന് പറയുന്നത്. പറയാൻ പോകുന്നത് രാഹുൽ സദാശിവന്റെ അടുത്ത സിനിമയെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ 3 സിനിമകൾ കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മൾ കണ്ടതാണ് ആ ഒരു ഇമ്പാക്ട്, ഹൊറർ ഇമ്പാക്ട് പ്ലസ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ലൈനപ്പ്. 4ാമത്തെ സിനിമ ഇതാ റിലീസ് ചെയ്യാൻ പോകുന്നു. അതാണ് ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് പൃഥ്വിരാജ്, സുകുമാരൻ, മഞ്ജു വാര്യർ എന്നിവരാണ്. അതുപോലെ സിനിമയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയ പേരുകളാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കൂടുതൽ ധർമ്മ പ്രൊഡക്ഷൻ കൂടെ ബൈൻഡ് ചെയ്താണ് ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. വലിയ വലിയ പേരുകളാണ് പ്രൊഡക്ഷനുള്ളത്. കരൺ ജോഹർ ഉണ്ട്, അദാർ പൂനവാലയുണ്ട്, അപൂർവ മേത്തയുണ്ട്, സുപ്രിയ മേനോനുണ്ട്. അങ്ങനെ വലിയ വലിയ പേരുകൾ ചേർന്ന് വലിയൊരു ക്യാൻവാസിലാണ് സിനിമ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിലെല്ലാം ഉപരിയായി ഈ ഒരു സിനിമയുടെ പേരാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒടിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ. അതെ, മലയാളത്തിന്റെ ഒടിയൻ വീണ്ടും വരികയാണ്. 2.0 ഇതാ വരികയാണ്. രാഹുൽ സദാശിവന്റെ ഒടിയൻ ഇതാ മലയാളത്തിലേക്ക് വരികയാണ്. ഒരു വട്ടം ഒടിയൻ വന്നപ്പോഴുള്ള ഇമ്പാക്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രയ്ക്ക് ഗംഭീരമായ ഒരു സബ്ജക്റ്റിനെ എവിടേക്കോ തുടങ്ങി എവിടേക്കോ എൻഡ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് അങ്ങ് കൊളാപ്സ് ആക്കി വെച്ചു. ആ മോഹൻലാൽ എടുത്ത എഫേർട്ട് വരെ ആ ഒരു സിനിമയിൽ വേസ്റ്റ് ആയി പോവുകയുണ്ടായി. ഇപ്പോഴിതാ വീണ്ടും രാഹുൽ സദാശിവന്റെ ഒടിയൻ എത്രത്തോളം ഗംഭീരമായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാമെങ്കിലും രാഹുൽ സദാശിവന്റെ ഒടിയൻ ആയതുകൊണ്ട് മേക്കിങ്ങിലൊന്നും ഒരു വിട്ടുവീഴ്ച കാണത്തില്ല. ഗംഭീര പെർഫോമൻസ് ആയിരിക്കും. എല്ലാം നമുക്ക് വഴിയെ കണ്ടു തന്നെ അറിയാം.